നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. മഴ ചെറുതായിട്ട് പൊടിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടിട്ട് വീട്ടിനകത്തിരുന്നതാണേ. അപ്പോൾ ഒരു സൗണ്ട് കേട്ട് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ കണ്ട ക്ലൈമറ്റൊക്കെ മാറിക്കിടക്കുന്ന നല്ല ഇടിയും കൊള്ളിയാനും ഒക്കെ ആയിട്ട് പെട്ടെന്ന് ക്ലൈമറ്റ് അങ്ങ് മാറി. ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ് കേട്ടോ, നോക്കിയിരിക്കുമ്പോൾ അങ്ങ് മാറും. ഒരു വെയിലത്ത് കിടന്ന തുണിയൊക്കെ പറക്കിയിട്ടിട്ട് അകത്ത് പോയ ഞാനാണ് കേട്ടോ. ഈ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റും മാറി. ഈ മഴ കണ്ടപ്പോഴേ ലക്കി കുടയും കൊണ്ട് പുറത്തിറങ്ങിയിട്ടാ. ഇതുപോലെ മഴയൊക്കെ വരുമ്പം ഇവിടുത്തെ മെയിൻ പരിപാടിയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കൽ. മഴ പെയ്യുമോ ഇവിടെ സ്നാക്സ് വേണം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു മഴ സ്നാക്സും കൂടെ ഉണ്ട് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇന്നലെ ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്ന ഗ്രീൻ പീസ് ആണേ. ഇവിടെ സീസൺ ആകുമ്പം ഇതുപോലെ കുറേ ഇങ്ങ് വാങ്ങിക്കും. പിന്നെ ഞാനിതിരുന്ന് വൃത്തിയാക്കും, ഒരു പാക്കറ്റിലാക്കും, ഫ്രീസറിൽ വെക്കും. നല്ല രസമാണ് കേട്ടോ ഇത് പൊളിച്ച് ഇങ്ങനെ ഓരോ പീസുകളായിട്ട് ഇടാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഗ്രീൻ പീസ് പൊളിക്കൽ. സീസൺ ആയിക്കഴിഞ്ഞാൽ മട്ടർ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചിട്ട് വരും കേട്ടോ. കുറേ അധികം വാങ്ങിക്കും. പിന്നെ വൈകുന്നേരങ്ങളിൽ എൻ്റെ പരിപാടി ഇതാണ് മട്ടർ പൊളിക്കൽ. കൂടെ ലക്കിയും നന്ദയും ഏട്ടനും എല്ലാവരും കൂടും കേട്ടോ. ഞങ്ങൾ മട്ടർ എല്ലാം കൂടെ പൊളിച്ച് വലിയ പാക്കറ്റുകളിലാക്കി വെക്കും. അപ്പോൾ പിന്നെ കറി വെക്കാൻ നേരത്തെ എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ മുളകും കൂടെ മിക്സായേ. ഇത് ഇങ്ങനെ പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കുന്ന സമയത്ത് വേഗം ഒന്നോ രണ്ടോ പിടി എടുത്ത് അതിനകത്തിട്ട് കറിയാക്കാം. ഇല്ലെങ്കിൽ പിന്നെ മെനക്കെട്ട പരിപാടിയാണ് കറി വെക്കുന്ന സമയത്തെടുത്ത് പൊളിച്ച് നിൽക്കില്ല. അപ്പോൾ അത്രയും സമയം മെനക്കേടാവും. ഞാൻ മട്ടർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വെറൈറ്റി വെക്കും കേട്ടോ. ഇവിടെ മട്ടർ പനീറും പിന്നെ മട്ടർ മസാല, ആലു മട്ടർ, ഗ്രീൻ പീസ് കുറുമ, പിന്നെ മട്ടർ മഷ്റൂം, മട്ടർ പുലാവ് എല്ലാം എൻ്റെ ഒരു രീതിയിലാണ് വെക്കുന്നത്. പല വെറൈറ്റി ആയിട്ടങ്ങ് വെക്കും കേട്ടോ. പിന്നെ എല്ലാ സാധനങ്ങളിലും ഇതുപോലെ മട്ടർ കിടക്കും. അത് സാമ്പാറിലിടത്തില്ല, അവിയലിലില്ല, ബാക്കി എല്ലാ സാധനങ്ങളിലും മട്ടർ കാണും കേട്ടോ. മട്ടറിൻ്റെ സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ മട്ടറിൻ്റെ മാത്രമല്ല, സീസൺ ഏതിൻ്റെയാണെന്ന് വെച്ചാൽ ഏത് പച്ചക്കറിയുടെ എന്ന് വെച്ചാൽ പിന്നെ അത് തന്നെ ആയിരിക്കും ഇവിടെ മിക്കുള്ള കറികളിലും. ഇത് പ്രത്യേകിച്ച് ആരുടെയും കണ്ട് അങ്ങനെയുള്ളതൊന്നുമല്ല, എൻ്റെതായ ഒരു രീതിയിൽ അങ്ങ് വെക്കും കേട്ടോ. ഇവിടെ പിന്നെ മട്ടറിൻ്റെ സീസൺ ആയാലും ഇല്ലെങ്കിലും കടകളിലൊക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടില്ലേ, ഈ ഗ്രീൻ പീസ് കറി വിട്ടിട്ട് ഒരു പരിപാടിയില്ല. ഉണക്ക ഗ്രീൻ പീസ് തന്നെയാണ് കറിയായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പം സീസണായിട്ടും ഗ്രീൻ പീസ് കറി ഇവിടെ കടകളിൽ ഉണക്ക തന്നെയാണ്. എനിക്ക് അതിനോട് വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ പനീറൊക്കെ ഇട്ട് വെക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. മറ്റേതിനെ കണക്ക് വേവിക്കേണ്ട ടേസ്റ്റും എന്താ പറയുക, ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമല്ലേ. നല്ല രസമാണ് ഈ മട്ടർ, പച്ച മട്ടർ ഇട്ട് കറി വെക്കാൻ. ഇത് നല്ല ഫ്രഷ് മട്ടറല്ലേ കൊണ്ടുവരുന്ന, ഇതുപോലെ പൊളിച്ചെടുക്കുന്ന കറി വെക്കുന്ന നല്ല രസമാണ് കേട്ടോ ടേസ്റ്റും. പിന്നെ സീസൺ അല്ലെങ്കിൽ കിട്ടും ഫ്രഷ് മട്ടറെന്നും പറഞ്ഞ കടകളിൽ ഫ്രീസറിൽ. ഞങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ച് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് കറി വെക്കാൻ നോക്കിയപ്പം ആ പച്ചയെല്ലാം കൂടെ വെള്ളത്തിലങ്ങ് കലർന്ന് പച്ച വെള്ളമായി കേട്ടോ. പച്ച കളറിലെ വെള്ളം കളറടിച്ച് വെച്ചിരുന്നതായിരുന്നു കേട്ടോ, പറ്റിച്ച്. പിന്നെ തിരിച്ച് കടയിലൊന്നും കൊണ്ടുപോയില്ല. എന്തായാലും അങ്ങനെയൊക്കെ ചില പറ്റിയിട്ടൊക്കെ നടക്കും കേട്ടോ. ഫ്രഷ് എന്നും പറഞ്ഞിട്ടൊക്കെ പറ്റിച്ചളയും. ഇത് നമുക്ക് സീസൺ സമയത്ത് ഇങ്ങനെ കുറേ വാങ്ങിച്ച് ഇങ്ങനെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഉണ്ടാവും കേട്ടോ. നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. ലക്കിക്ക് പരീക്ഷ നടക്കുകയാണേ. ഞാൻ അവന് ബുക്കൊക്കെ എടുത്തു കൊടുത്ത് എഴുതാനായിട്ട് ഇരുത്തിയിരുന്നതാണ്. എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് മട്ടർ ഇതുപോലെ പൊളിച്ചെടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇത് കണ്ടപ്പം ബുക്കൊക്കെ മടക്കി വെച്ചിട്ടിങ്ങ് വന്ന്. ലക്കി പഠിക്കുന്ന സമയത്ത് ഞാൻ കൂടി ഇരുന്നില്ലെങ്കിൽ ഒരു പരിപാടിയും നടക്കത്തില്ല കേട്ടോ. ഞാനോ ഏട്ടനോ ആരെങ്കിലുമൊക്കെ കൂടെ കാണണം. ഇല്ലെങ്കിൽ അവൻ്റെ പണി നോക്കിപ്പോവും. ഒന്നീ വണ്ടീൻ്റെ പുറകിലായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കളിയിലായിപ്പോവും കേട്ടോ. ഇത് ഇനിയിപ്പം 2-3 ദിവസം കൂടെ ഉണ്ട് പരീക്ഷ. അങ്ങനെ ഇനിയിപ്പം മട്ടറൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ബുക്ക്. ഞാനും പിന്നെ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. പനിയും ജലദോഷവും ചുമയൊക്കെയാണ് കേട്ടോ. ലക്കിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് 3 പേർക്കും അത് തന്നെയാണ്. ലക്കിയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങൾ 3 പേരും അതങ്ങ് ഏറ്റുവാങ്ങി. ഇപ്പം ആർക്കും ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രി ആയി കഴിഞ്ഞൊന്ന് കണ്ണ് അടച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റിരുന്ന് ചുമയാണ് കേട്ടോ ഓരോരുത്തരും. ഗുളികയും മരുന്നുമൊക്കെ വീട്ടിലിരുന്നതൊക്കെ എടുത്ത് കഴിച്ച്. ഇനിയിപ്പം കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ലക്കിക്ക് ഇനി കൂടുതൽ പ്രഷർ കൊടുക്കുന്നില്ല കേട്ടോ. ഏട്ടൻ നേരത്തെ പറഞ്ഞതാണ് അവൻ എഴുതുന്നത് എഴുതിക്കൊട്ടെന്ന്. ഞാനും ലക്കിയും കൂടെ ഇരുന്ന് അവനെ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഭ്രാന്ത് കയറും കേട്ടോ. പിന്നെ അടിയും പിടിയും വഴക്കും ഒക്കെ തന്നെയാണ് ഇവിടെ. അത് ഏട്ടൻ നേരത്തെ പറഞ്ഞ് ലക്കീനെ ഇനിയിപ്പം ബഹളം വെപ്പിക്കരുതെന്ന്. അതുകൊണ്ട് പിന്നെ ഞാനും കൺട്രോളിലാണ് കേട്ടോ. ചിലപ്പോൾ എൻ്റെ കൺട്രോളൊക്കെ എങ്ങ് വിട്ടുപോകും. എന്നാലും വയ്യായ്മയല്ലേ. നാളെ ഹിന്ദിയാണേ.
ഞാൻ മട്ടറെന്നും പറഞ്ഞെടുത്തൊരു മുളകിനെ അങ്ങ് പൊട്ടിച്ച്. ഇവിടുത്തെ മുളക് സൂപ്പർ മുളകാണ് കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെ എരിയില്ലാത്ത മുളകൊന്നുമല്ല. ഒന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതറിയും. ഭയങ്കര എരിയാണ് കേട്ടോ. ഒരു കറിക്ക് 1-2 മുളകിട്ട് കഴിഞ്ഞാൽ ധാരാളം. ചിക്കൻ കറിക്കൊക്കെ പിന്നെ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു മുളകിൻ്റെ വേറൊരു വെർഷൻ എനിക്ക് കുറേ കാലം മുന്നേ എൻ്റെ ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. ആസാമിലാണ് കേട്ടോ ആള്. അവർ വന്നപ്പം എനിക്ക് ആ മുളകിൻ്റെ അച്ചാർ കൊണ്ട് തന്നായിരുന്നു. നമ്മുടെ നാട്ടിലെ ഉണ്ടമുളകില്ലേ, ആ ഒരു മോഡലിലിരിക്കും. അത് അടുപ്പിൽ വെച്ച് വേവിക്കലൊന്നുമില്ല. അത് മറ്റേ കടുകെണ്ണയില്ലേ അതിനകത്തിട്ട് വെച്ചിരിക്കും. നല്ല ചുമന്ന മുളക് ഉപ്പും ഇട്ട് കടുകെണ്ണയ്ക്കകത്ത് അത് നിറച്ച് വെച്ചിരിക്കും കടുകെണ്ണ കേട്ടോ. എന്നിട്ട് അത് നല്ല വെയിലുള്ള സമയത്ത് വെയിലത്തെടുത്ത് വെക്കും. ആ വെയിലിലാണ് അതിൻ്റെ പ്രോസസ്സിങ് മൊത്തം നടക്കുന്നത്. ആ അച്ചാർ എനിക്കൊരിക്കൽ കൊണ്ടു തന്നായിരുന്നു കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. ഞാൻ അന്നേ മുളകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ചോറിൻ്റെ കൂടെ ഒരു 4-5 മുളകായാലും അങ്ങ് കഴിച്ചോളൂ. അപ്പം ഈ കുറച്ച് മുളകാണ് തന്നത്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇതൊക്കെ എന്തോന്നൊന്ന് കൊണ്ടുവന്ന് ഒരു മുളക് കഴിച്ച് എന്താ പറയുക, ചോറും കഴിച്ച്. അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ കേട്ടോ. പിന്നെ രാത്രി മൊത്തം വയറ് പുകച്ചിലായിരുന്നു. എൻ്റെ ഭഗവാനെ, പിന്നും അതിനകത്ത് 3-4 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കഴിക്കാൻ തോന്നി. പിന്നെ ഒരു മുളകിൻ്റെ 1/4 ഭാഗമൊക്കെ ആയിട്ടാണത് കഴിച്ചത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തോ ഒരു പ്രത്യേക മണവും നല്ലൊരു ടേസ്റ്റും. അത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാനൊക്കെ പണ്ടൊക്കെ വീട്ടിലൊക്കെ വെച്ചിട്ട് ഉണ്ടമുളക്, മറ്റേ ഉടംകൊല്ലി മുളക് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്നതാണ്. കാന്താരി മുളക്. പിന്നെ അന്ന് പാനിപൂരി കഴിച്ച് ഹോസ്പിറ്റലിലായതിന് ശേഷം ഒരു വക കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തേലും പ്രശ്നമാണോ എന്നറിയത്തില്ല. എന്ത് സാധനം കഴിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ വീട്ടിലെ ചെക്കിങ് മെഷീനാണ് കേട്ടോ. എന്ത് സാധനം പുറത്തെ പന്ന എണ്ണയോ പഴകിയ സാധനങ്ങളോ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസമല്ല, ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് വയറുവേദന തുടങ്ങും കേട്ടോ. എൻ്റെ വയറ് അന്നത്തതിന് ശേഷം ഇപ്പോൾ ശരിയല്ല. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അന്നത്തെ എൻ്റെ പാനിപൂരീൻ്റെ അനുഭവം. അതിന് മുന്നെയാണ് കേട്ടോ ഈ മുളക് കഴിച്ചത്. മുളകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഒരു മുളക് കൊണ്ട് എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഒരു 2-3 കിലോ ചിക്കൻ കറി വെക്കുക. അതിനുള്ള എരിവുണ്ട് ഒരു മുളകിൽ. അതിന് എന്തോ പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പേരെനിക്കിപ്പം ഓർമ്മയില്ല. വർഷം കുറേ ആയി കേട്ടോ. അങ്ങനെ ഒരു മുളകിൻ്റെ കഥയുണ്ട്. പിന്നെ ഏതാണ്ട് ലക്കീനെ എഴുതിപ്പിക്കുകയാണേ. ഇടയ്ക്കിടയ്ക്ക് ഓരോ അക്ഷരങ്ങളൊക്കെ അങ്ങ് മറന്നു പോയിട്ടാണ്. എന്നാലും അവൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടല്ലേ ബുക്കിൻ്റെ മുന്നിൽ, അതുപോലെ വണ്ടിയൊക്കെ വേണം കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ എടുത്തു വെച്ചിരുന്ന് എഴുതിയ സമയത്താണ് പുറത്ത് ഇതുപോലെ സൗണ്ട് കേട്ട് ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അതാണ്ട ഭയങ്കര മഴക്കോള് കേട്ടോ. ഞാൻ നല്ല പൊരി വെയിലത്തുനിന്ന് തുണിയൊക്കെ പറക്കി ഇട്ട് കഴിഞ്ഞിട്ട് കയറിപ്പോയ ഞാനാണ് ഈ മഴക്കോള് കണ്ടപ്പോൾ അന്തിച്ചു പോയിട്ടാ. അതുപോലെ ഇടിയും. പക്ഷേ പെരുമഴയൊന്നും പെയ്യത്തില്ല. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മഴ പെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ പൊടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം ലക്കി കുടയും കൊണ്ട് അങ്ങ് ഇറങ്ങിയിട്ട. അവന് പിന്നെ മഴയത്ത് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം കണ്ടില്ലായിരുന്നു. മഴ പൊടിക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ അവൻ മഴയത്ത് പോയി കുളിക്കട്ടെ എന്ന്. നല്ല പനിയൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ. രാത്രി നല്ല പനിയും, രാവിലെ എഴുന്നേൽക്കുമ്പം വലിയ പ്രശ്നമില്ല കേട്ടോ. പിന്നെ ചുമ ഇപ്പം ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. രാത്രിയിലൊന്നും ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ദാണ്ട ലക്കീൻ്റെ ഫ്രണ്ട് അവൻ മഴ പെയ്ത കണ്ടപ്പം അവൻ്റെ സൈക്കിളും കൊണ്ട് ഇറങ്ങി. ഞാനിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് കേട്ടോ കണ്ടത് കുടയും കൊണ്ട് താഴെ ഇറങ്ങിപ്പോണത്. അപ്പോഴേ വഴക്ക് പറഞ്ഞ് അകത്ത് കയറ്റി. ലക്കിക്ക് പിന്നെ മഴ കണ്ടു കഴിഞ്ഞാൽ പ്രാന്താണ്. വെള്ളത്തിലൊക്കെ ഇറങ്ങി ആകെ ബഹളമാണ് കേട്ടോ. അപ്പോഴേ വഴക്ക് പറഞ്ഞ് കയറ്റി. അങ്ങ് ദൂരെ കണ്ടോ മഴ, നല്ല മഴക്കോള് കേട്ടോ. അതാണ് നമ്മളെ കടലിൻ്റെ ഭാഗം. അവിടെ നല്ല മൂടി കെട്ടി ഇരിക്കുകയാണ് കേട്ടോ. മഴ മാനത്ത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം കേട്ടോ. അങ്ങനെ കയറി വന്നപ്പോൾ അവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പം നോക്കിയപ്പം മക്കാനി ഇരിപ്പോട്ടെ, നമ്മുടെ താമര വിത്ത്, അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയ നെയ്യാണേ. നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന പാലിന്ന് ദിവസം അതിന്ന് കുറച്ച് മറ്റേ വെണ്ണയില്ലേ അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. വലിയൊരു ഡപ്പ നേറെ ഉണ്ടായിരുന്നു. ഇപ്പം ഏകദേശം പകുതിയായി കേട്ടോ. താണ്ട മക്കാന, ഇത് അടിപൊളി ഒരു സ്നാക്സാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. നമ്മൾ ലേസോ അത് കണക്കുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നേക്കാളും സൂപ്പറല്ലേ ഈ ഒരു സാധനം. ഇത് വെളിച്ചെണ്ണയാണെങ്കിലും മതി കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ ഏറ്റവും തീ കുറച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പം നല്ല മൊരാന്ന് കിട്ടും. നല്ല രസമാണ്. പിന്നെ വേണമെങ്കിൽ മുളക് പൊടി ഇടാം, അല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടുണ്ടാക്കാം കേട്ടോ. ഞാൻ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. ലക്കിക്ക് ഇനിയിപ്പം മുളക് പൊടി ഇടണ്ടെന്ന് വിചാരിച്ചു. ഒന്നാമതേ ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം മുളക് പൊടി ഒഴിവാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
പിന്നെ ഈ ചുമയൊക്കെ ആയിരിക്കുന്ന സമയത്ത് വറുത്തൊന്നും കൊടുത്തുവിടുന്നാണ് പറയുന്നത്. എന്നാലും ഇത് നല്ല ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചേ കൊടുക്കുന്നുള്ളൂ. ഇത് വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നല്ല ഇടി കേൾക്കാം കേട്ടോ. ക്ലൈമറ്റ് മാറി നല്ല തണുപ്പുമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ലക്കിക്ക് നല്ല കട്ടിയുള്ളൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തു. ഒന്നാമതേ ചുമയും പനിയും ജലദോഷവും ഒക്കെയാണ്. ഇനി കുറവില്ലെങ്കിൽ അവനെയും കൊണ്ടുപോകണം, നമ്മളെയും കാണിക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ലക്കിക്ക് വലിയ പ്രശ്നമില്ല, ഒരുവിധം കുറഞ്ഞ് നിൽക്കുകയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. എൻ്റെ സൗണ്ടിനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. എന്താ പറയുക, വലിയ ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഇപ്പം ചെറുതായിട്ടൊരു കുറവുണ്ട് കേട്ടോ. എന്നിരുന്നാലും രാത്രിയിൽ ചുമ അങ്ങോട്ട് വലിയ പ്രശ്നം തന്നെയാണ്. അപ്പം എന്തായാലും ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞിരിക്കുകയാണ്. പോകുമ്പം ഒന്നിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ നമ്മുടെ താമര വിത്ത് ഫ്രൈ റെഡി ആയിട്ടാണ്. ഈ മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്നാക്സാണ്. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ഹെൽത്തി സ്നാക്സാണ് കേട്ടോ. നല്ല കരിമുര എന്നിരിക്കും കേട്ടോ. ലക്കിക്ക് ഇത് ഇഷ്ടമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ മഴയൊക്കെ വരുന്ന സമയത്ത് നൂഡിൽസിനാണ് ബഹളം വെക്കുന്നത്. ഇന്ന് ഇതുണ്ടാക്കി കൊടുത്തപ്പം നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട്. ചിലപ്പം മുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടൊക്കെ വിപുലമാക്കും കേട്ടോ. പക്ഷേ ഇന്ന് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഞങ്ങളുടെ ഇവിടെ നല്ലൊരു മഴ കിട്ടിയാൽ കൊള്ളാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. ബൈ ഫ്രണ്ട്സ്.